നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും നമ്മുടെ സൺ ടാൻ അടിച്ചിട്ടുള്ള നമ്മുടെ ഒരു ടാനില്ലേ അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങളിതൊരു 3 ദിവസം മുന്നേ ഒക്കെ ചെയ്ത് അടിപൊളിയായിരിക്കും. നമ്മൾ ഒരു 2000 രൂപയൊക്കെ കൊടുത്ത് പാർലർ ചെയ്യൂലേ, ആ ഒരു എഫക്റ്റ് സത്യമായിട്ടും സീരിയസ്ലി ഗൈസ് ട്രസ്റ്റ് മീ അങ്ങനെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇല്ല നിങ്ങൾക്കൊരു ഫംഗ്ഷനൊന്നും ഇല്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫേസ് പാക്കാണ്. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഇതുപോലെ തന്നെ കിട്ടുള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സമയത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടുക, എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് ഇതേ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയണത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്, നന്നായിട്ട് പൊടിച്ച തരിയില്ലാത്ത അരിപ്പൊടി. ഇതിൽ നമ്മൾ ഇനി ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടി. കസ്തൂരി മഞ്ഞൾപ്പൊടിയോ പച്ച മഞ്ഞളോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കറിക്ക് നമ്മൾ എടുക്കാറില്ലേ ആ ഒരു മഞ്ഞൾപ്പൊടി എടുക്കണ്ട. പിന്നെ ഞാനിതൊരു അല്പമേ ചേർക്കണുള്ളൂ. എനിക്കിതിൻ്റെ ടിൻ്റ് അത്ര അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. ഭയങ്കര മഞ്ഞൾ കളറേ എനിക്ക് അത്ര ഇഷ്ടമില്ല. നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാവേ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യേണ്ട. കുറച്ച് കുടിപ്പുണ്ട്, ഞാൻ കുറച്ചൊന്ന് മാറ്റട്ടെ. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹണിയാണ്, ഹണിയും പാലും. ഇത്രയും സംഭവങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യണത്. പാലെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര അടിപൊളി ക്ലെൻസറാണ്. നന്നായിട്ട് നമ്മുടെ ഫേസിൽ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡീപ്പായിട്ട് നമ്മുടെ പോഴ്സിലോട്ട് ഇറങ്ങി അഴുക്കൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പാല്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് ഒരു ചെറിയ കോട്ടണിൽ ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫേസിലെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടേ നോക്കി നോക്കണേ. ഭയങ്കര അഴുക്കായിരിക്കും അതിൽ ആ കോട്ടണിൽ. അപ്പം നമുക്കറിയാം നമ്മുടെ ഫേസിലുള്ള അഴുക്ക് ഫുള്ളും ഒന്ന് നന്നായിട്ട് വലിച്ചെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പാലെടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരെടുക്കാം. തൈരും അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിലെ ടാൻ കുറയ്ക്കാൻ അടിപൊളിയാണ്. പിന്നെ മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം നമ്മുടെ തൈരും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പാലല്ലെങ്കിൽ തൈരെടുക്കാവേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യണത്. എന്നിട്ട് ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിരിക്കണം. മേക്കപ്പ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്യണം കേട്ടോ. എന്നാലും നമ്മുടെ പോഴ്സിൽ നിന്ന് അഴുക്കൊക്കെ പോയിട്ട് നമ്മളൊരു പാക്ക് ഇടുമ്പോൾ നന്നായിട്ട് എഫക്റ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് ഇരട്ടിപ്പണിയാവും. പിന്നെ നമുക്ക് ആ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുതേ. ഇല്ല നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ തിരിച്ച് വന്നിട്ട് നിങ്ങൾ ഈ പാക്ക് ഇടുന്നതിന് മുന്നായിട്ട് ഒരു ഓയിൽ ക്ലെൻസിങ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് കുറച്ച് ഓയിൽ എടുക്കുക, നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് എടുക്കുക, ഒരു 1 മിനിറ്റ് ഇട്ടേക്കുക. എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ എടുത്ത് നന്നായിട്ട് നമ്മൾ ഡാബ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ആ ഓയിലൊക്കെ അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. എന്നിട്ട് നമുക്കൊരു സാധാ ക്ലെൻസർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു പയറുപൊടിയോ കടലമാവോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവേ. എന്നിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസിൽ പിമ്പിൾസൊക്കെ വരുവേ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. നിങ്ങൾക്കറിയാം പച്ചരി അരപ്പൊടി നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ് ഈ പച്ചരി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ എനിക്ക് കുറച്ച് ലൂസായി പോയിട്ട് അതുകൊണ്ടാണ് താഴെ വീണത്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് നമ്മുടെ ഫേസിലൊന്ന് പറ്റി പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഞാൻ പാൽ പിടിച്ചപ്പോൾ കുറച്ച് കുടിപ്പോയി, അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എന്നിട്ടാണ് അപ്ലൈ ചെയ്യണത്. പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാലും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ അങ്ങനെ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം. നിങ്ങളിപ്പം ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും വീക്കിലി ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. സത്യം പറഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും. ഒരു പാക്കും നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഇരിക്കില്ല കേട്ടോ. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അപ്ലൈ ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതിനൊരു കാര്യം, നമ്മൾ എന്നും ഫേസ് വാഷ് ചെയ്യും, മോയ്സ്ചറൈസർ ഇടും, സൺസ്ക്രീൻ ഇടും, ചിലപ്പോൾ സിറംസ് ഇടും എന്ന് തന്നെ വിചാരിക്കുക. എന്നാലും നമുക്ക് ഉള്ളിൽ നിന്നൊരു ഗ്ലോ ഇല്ലേ, അത് കിട്ടില്ല കേട്ടോ. എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഈ ഫേസ് പാക്ക് നാച്ചുറൽ റെമഡീസ്, അതായത് ഹോം റെമഡീസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നല്ലൊരു ഗ്ലോ, നമ്മളെ ഫ്രഷ് ലുക്കായിരിക്കും നമ്മുടെ ഫേസ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളിങ്ങനെ അപ്ലൈ ഉപയോഗിക്കാത്തവരാണെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ, നിങ്ങൾ എന്തായാലും വീക്കിലി ഒരു 3 എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്നൊരു ഫേസ് പാക്ക് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയും നല്ലൊരു ഫ്രഷ് ലുക്കും വരും കേട്ടോ.
70 പാക്കുകൾ നിങ്ങൾ പറ്റുമെങ്കിൽ വൈകുന്നേരം ഇടുക. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെയാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും മോയ്സ്ചറൈസ് ചെയ്യുക. എന്നിട്ട് ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണേ. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തത് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും. സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രമേ പുറത്ത് പോകാവൂ. നമുക്കിത് ഈ പാക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. രാവിലെ, വൈകുന്നേരം, ഉച്ചയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. പക്ഷേ നമ്മൾ വെയിലത്ത് പുറത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണേ. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൽ ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ഉപയോഗിക്കരുത്. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങൾക്കേ അറിയാവൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് അറിയാൻ പറ്റും. ഇതിട്ടാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് ആണ്, എനിക്ക് മഞ്ഞളിട്ടാൽ ഭയങ്കര കൂടുതലായിട്ട് മഞ്ഞൾ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസ് വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മഞ്ഞൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്യാൻ നോക്കും. ഇല്ലെങ്കിൽ മഞ്ഞൾ ചേർക്കുമ്പോൾ പാലോ തൈരോ നമ്മുടെ ഈ അലോവേര ഇല്ലേ, അലോവേര ജെല്ലോ, അത് എന്തെങ്കിലും ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻസാണ്, നീറും കേട്ടോ. മഞ്ഞൾ കൂടിപ്പോയാൽ മഞ്ഞൾ മാത്രമാണ്, ഇപ്പം അരിപ്പൊടിയുടെ കൂടെ മഞ്ഞൾ മാത്രമാണ് നമ്മൾ വെള്ളത്തിലാണ് കുഴച്ച് നമ്മൾ ഈ പാക്ക് ഇടുന്നുണ്ടെങ്കിൽ എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്കേ അറിയാവൂ. നിങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്യണം. അല്ല നിങ്ങൾ പുതുതായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോണ ഈ ഒരു പാക്ക്, അങ്ങനെയാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന നല്ലതാണ്. നമ്മുടെ ചെവിയുടെ പിന്നിലായിട്ടോ റിസ്റ്റിലെ വാച്ച് കെട്ടുന്ന ഭാഗത്തോ നമുക്കൊരു പാച്ച് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ കയറി അപ്ലൈ ചെയ്യല്ലേ. പിന്നെ പൊതുവേ എൻ്റേത് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് ഇതൊക്കെ നന്നായിട്ട് ഈ പാക്കൊന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി അരിപ്പൊടി പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഉപയോഗിക്കാം. പിന്നെ പയറുപൊടി എടുക്കാം. പിന്നെ മഞ്ഞൾ നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ മഞ്ഞൾ അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്ക് തേനിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ജെല്ലോ, പിന്നെ വേറെ എന്താണ്, തക്കാളിയുടെ നീരോ ഒക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്തു, എനിക്ക് റിസൾട്ടാണ് കിട്ടിയത്. നല്ല റിസൾട്ടില്ലേ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ലേ. ബിഫോറും ആഫ്റ്ററും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു 10 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. ഭയങ്കര ഇറുകുന്ന രീതിയിൽ ഞാൻ പൊതുവേ പാക്ക് വെക്കാറില്ല. കാരണം നമ്മൾ അത് തന്നെ ചുളിവുകളൊക്കെ ഉണ്ടാവും ഇറുകുന്ന രീതിയിൽ അങ്ങ് വെച്ചാൽ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യും. നിങ്ങളത് എന്തായാലും ശ്രദ്ധിക്കണേ. ഒരിക്കലും ഫേസ് നമ്മൾ ഇറുകുന്ന രീതിയിൽ വെക്കരുത്. ഞാൻ ഫേസ് വാഷ് ചെയ്തു, എന്നിട്ടൊരു ടവലെടുത്ത് നന്നായിട്ട് ഡാബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ട് നല്ലൊരു ഈർപ്പം ഉണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് എടുക്കുന്നത് അത് എടുക്കാവേ. ഏത് പാക്ക് ഇട്ടാലും നിങ്ങൾ ശേഷം ഒരു മോയ്സ്ചറൈസർ എന്തായാലും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ സൺസ്ക്രീനും ഇടുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ പുറത്ത് പോകുന്നൊരു ആവശ്യമുണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇപ്പം സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. നല്ല ഫേസ് പാക്കാണ്, അടിപൊളിയായിട്ട് നമുക്ക് വർക്കാവുന്ന ഫേസ് പാക്കാണ്. ട്രസ്റ്റ് മീ, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ എന്തായാലും കണ്ടു നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുകയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറക്കലേ. കണ്ട നല്ലൊരു ഗ്ലോ കിട്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു കണ്ടൻറ്റുമായിട്ട്. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ. ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും നൽകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമല്ലേ. ബൈ.